സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 4-5 ദിവസക്കാലം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ആഘോഷമായിരുന്നു. എന്തായിരുന്നു ആഘോഷം എന്ന് പറയുന്നത്, കോൺഗ്രസിന് അടുത്ത ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വമ്പൻ വിജയസാധ്യതയുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് തമ്മിലടിച്ച് ആ വിജയസാധ്യതയെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പൊട്ടിപ്പൊളിഞ്ഞ് പോകാൻ പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വിജയസാധ്യതയും ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന CPM വീണ്ടും തിരിച്ചുവരവിൻ്റെ പാതയിൽ എന്ന് ഉള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ പത്രങ്ങളല്ല, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ അവർ തമ്മിൽ മത്സരിക്കുകയായി. അത് മരംവെട്ടുകാരൻ്റെ ഒരു ചാനലുണ്ട് ഇവിടെ, ലോകത്തൊടത്തും കാണുകയല്ല. മരംവെട്ടുകാരന് ഒരു ചാനൽ, അത് കേരളത്തിൽ മരംവെട്ടുകാരനൊരു ചാനലുണ്ട്. കാട്ടുകള്ളന്, മരം കൊള്ളക്കാരനൊരു ചാനലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. ആ ചാനൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ ഈ CPMന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു വിടുവേല ചാനലാണ്. അതിന് റിപ്പോർട്ടർ ചാനൽ തന്നെ, ഒരു വിടുവേല ചാനൽ എന്നൊക്കെയാണ് അതിന് പേര് കൊടുക്കേണ്ടത്. അവരങ്ങനെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ജോലി അവർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നിട്ട് എന്തോ 50 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് എന്തോ പരസ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരത് ചെയ്യുന്നതിന് നമുക്ക് അത്ഭുതമില്ല. പിന്നെ വേറൊരു ചാനലുണ്ട്. ആ ചാനലൊരു ഒരു ഒരു പലിശക്കാരൻ്റെ ചാനലാണ്. അവരും അത് ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷേ ഈ മരംവെട്ടുകാരൻ്റെ ചാനലിൻ്റെ അത്രയും അവരധപ്പതിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരംവെട്ടുകാരൻ ഒരു 150% CPMന് വേണ്ടിയാണ് പണിയുന്നതെങ്കിൽ ഈ പലിശ കച്ചവടക്കാരൻ്റെ ചാനൽ ഒരു 20-25% ആവും. അതോടൊപ്പം തന്നെ മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞ ചാനലുകൾ എന്തിനു പറയുന്നു, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ ഭരണകൂടത്തിൻ്റെ തെറ്റുകൾക്കെതിരെ അതിശക്തമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് ചാനൽ പോലും കഴിഞ്ഞ ഒരു 4-5 ദിവസക്കാലം കോൺഗ്രസ് തകർന്നു, കോൺഗ്രസിൽ വിമതശല്യം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ 3-4-5 ദിവസക്കാലം എല്ലാ ചാനലുകളും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് വിശദമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയോട് ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഈ ചാനലുകളെല്ലാം ചെയ്ത ഈ പണികളെല്ലാം ശുദ്ധ അസംബന്ധവും പച്ചക്കള്ളവും പൊട്ടത്തരവുമായിരുന്നു എന്ന് കാര്യകാരണസഹിതം ജനങ്ങളോട്, എൻ്റെ പ്രേക്ഷകരോട് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോൾ തിങ്കളാഴ്ച കൂടി നാമനിർദ്ദേശ പത്രിക എല്ലാം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. LDFൻ്റെയും UDFൻ്റെയും എനിക്ക് തോന്നുന്നു NDAയുടെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ നിർണ്ണയമെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്താ സുഹൃത്തുക്കളെ കാണാനുള്ളത്? കോൺഗ്രസ് പൊട്ടിപ്പൊളിഞ്ഞോ? കോൺഗ്രസ് വിമത ശല്യത്തിൽപ്പെട്ട് ഉഴലുകയാണോ? കോൺഗ്രസിൽ എത്ര വിമതന്മാരെ എവിടെയൊക്കെ ഉണ്ട്? ഈ ദൃശ്യമാധ്യമങ്ങൾ മറുപടി പറയണം. കാരണം കോൺഗ്രസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു, തമ്മിലടിച്ച് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആനന്ദ നൃത്തമാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവർ മറുപടി പറയേണ്ട വിഷയങ്ങൾ കൊണ്ട് മറുപടി പറയാതെ അവർക്ക് പോകാൻ പറ്റില്ല. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അവർക്ക് മറുപടി പറയാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. പൊട്ടിപ്പൊളിഞ്ഞത് ആരാ? പൊട്ടിപ്പൊളിഞ്ഞത് ഏത് പാർട്ടിയാ? പൊട്ടിപ്പൊളിഞ്ഞത് കോൺഗ്രസ് ആണോ CPM ആണോ? ദൃശ്യമാധ്യമങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ. നമുക്കാദ്യം കോൺഗ്രസിൻ്റെ കാര്യം എടുക്കാം. എന്തായിരുന്നു പ്രചരണം? വിമത ശല്യത്തിൽപ്പെട്ടങ്ങ് തകരുകയാണ് കോൺഗ്രസ്. സുധാകരൻ എന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് പാർട്ടി വിടുന്നു. അയാൾ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അയാൾ ഒരു 10-25 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതിനിടയിൽ അയാൾക്ക് മത്സരിക്കാനുള്ള അനുവാദം ഹൈക്കമാൻഡ് നൽകുന്നു. അയാൾക്ക് അനുവാദം നൽകിക്കഴിയുമ്പോൾ അടൂർ പ്രകാശ് മത്സരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നു. 9 MPമാർ മത്സരിക്കാനുള്ള അനുവാദം ചോദിച്ചിരിക്കുന്നു. സുധാകരൻ ഡൽഹിയിലെ വീട്ടിൽ ചെന്ന് വീട്ടിൽ അടച്ചിട്ട് ഇരിക്കുന്നു. എന്തൊക്കെ വാർത്തകളാണ്! ഏതാണ്ട് 10-40 കള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ പടച്ചു വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയായിരുന്നു വാർത്തകൾ? അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇവരൊക്കെ ഒരുപാട്, ഞാൻ അതിനകത്തേക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ പോകുന്നില്ല.
സുഹൃത്തുക്കളെ, ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം 140 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ തീർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 48 മണിക്കൂറായിട്ടും ആവുന്നില്ല. ഇതൊക്കെയാണല്ലോ പറഞ്ഞു. ഇതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. കോൺഗ്രസ് സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഇത്രയും സുഗമമായി സ്ഥാനാർത്ഥി പൂർത്തിയാക്കിയ ഒരു തെരഞ്ഞെടുപ്പുണ്ടോ? ആലോചിച്ച് നോക്ക്. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം AK ആന്റണി പറഞ്ഞു. 2001 തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ 3 സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ചു. അതും പ്രഗത്ഭരാണ്. ശിവദാസൻ നായർ, KP നൂറുദ്ദീൻ, KP ധനപാലൻ. ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിൽക്കുമ്പോഴാണ് അവരോട് പിന്മാറാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിന്മാറി. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായി. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ UDF എത്ര സീറ്റ് കിട്ടി? 99 സീറ്റ് കിട്ടി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? 62 സീറ്റ് കിട്ടി. അതുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ സുഹൃത്തുക്കളെ? 24 മണിക്കൂറിന് വരെ 48 മണിക്കൂറായി. അതിൻ്റെ കാരണം എന്താണെന്ന് ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയായിരുന്നു. പക്ഷേ അവന്മാർ മിണ്ടിയില്ല. കാരണം വ്യൂവർഷിപ്പ് ഉണ്ടാവണമല്ലോ. പല കാരണങ്ങളുണ്ടായിരുന്നു. ഖാർഗെയ്ക്ക് രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മധുസൂദന മിസ്ത്രിയുടെ അസൗകര്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആസാമിൽ നടക്കുന്നുണ്ട്, പുതുച്ചേരിയിൽ നടക്കുന്നുണ്ട്, ബംഗാളിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചർച്ചകൾ അവിടെ നടക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും 48 മണിക്കൂർ ഒക്കെ കഴിഞ്ഞപ്പം മുഴുവൻ സ്ഥാനാർത്ഥികളും തീരുമാനിച്ചില്ല. ഇതൊന്നും അറിയാൻ മേലാത്ത മാധ്യമപ്രവർത്തകരായിരുന്നില്ല. പക്ഷേ അവർക്ക് ഈ വ്യൂവർഷിപ്പിൻ്റെ എണ്ണം കൂട്ടണം കള്ളവാർത്ത പറഞ്ഞ്. അങ്ങനെയാണവർ ഈ കള്ളവാർത്തകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു സമുന്നത നേതാവ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ടുപോയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ അതിൻ്റെ പട്ടിക രാവിലെ എടുത്ത് നോക്കുമായിരുന്നു. സീറ്റ് കിട്ടാത്തവരുടെ പട്ടിക. ഇത് വളരെ അപൂർണമാണ്. എന്നാലും കുറച്ച് പേരുകൾ ഞാൻ വായിക്കാം. കഴിഞ്ഞ തവണ മത്സരിച്ചു BRM ഷഫീർ വർക്കലയിൽ നിന്ന്. അയാൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ദീർഘകാലം കഴക്കൂട്ടെന്നൊക്കെ മത്സരിച്ചിട്ടുള്ള MA വാഹിദുണ്ട്. അയാൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ജോസഫ് വാഴയ്ക്കിന് സീറ്റ് കിട്ടിയില്ല. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കിട്ടിയില്ല. ബാബു പ്രസാദിന് സീറ്റ് കിട്ടിയില്ല. ഷുക്കൂറിന് സീറ്റ് കിട്ടിയില്ല. അജയ് തറയിൽ, N സുബ്രഹ്മണ്യൻ, KC അബു, ദീപ്തി മേരി വർഗീസ്, അനിൽ ബോസ്, എത്രയെത്ര പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ പോയി. എൽദോസ് കുന്നപ്പള്ളിയുടെയൊക്കെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എൽദോസ് കുന്നപ്പള്ളി ഇപ്പം പാർട്ടിയിൽ നിന്ന് പോകും, സ്വതന്ത്രനായി മത്സരിക്കും, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ നിന്ന് പോകും, ജോസഫ് വാഴയ്ക്കൻ പാർട്ടിയിൽ നിന്ന് പോകും, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയിൽ നിന്ന് പോയ സുഹൃത്തുക്കളെ? ഞാൻ ഈ വായിച്ച പേരുകളിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനും PA കുര്യനും ഒക്കെ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിന് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. MK രാഘവൻ, കൊടികുന്നിൽ സുരേഷ്, ഇവർക്കൊക്കെ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരാരെങ്കിലും പാർട്ടി വിട്ടു പോയോ? ഒരാൾ എന്നാലോചിച്ച് നോക്ക്. ഇവരെല്ലാവരും UDFൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി നിൽക്കുകയല്ലേ? അനിൽ ബോസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞു, കുട്ടനാട് സീറ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ കോൺഗ്രസ് ഒന്നാകെ ആവശ്യപ്പെട്ടതാണ് കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് വേണമെന്നുള്ളത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവർക്ക് കിട്ടിയ 2 സീറ്റ് വേണ്ട എന്നും പറഞ്ഞ് വളരെ വിശാല മനസ്കതയിലുള്ള തീരുമാനം എടുത്തു. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം പിൻവലിച്ചു. ഇപ്പം ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നത് കണ്ടു. എൽദോസ് കുന്നപ്പള്ളി UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കണ്ടു. G സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഷുക്കൂർ പ്രവർത്തിക്കുന്നത് കണ്ടു. ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സ്വാഗതം പറയുന്ന ബാബു പ്രസാദിനെ കണ്ടു. അജയ് തറയിൽ ദീപ്തി മേരി വർഗീസ്, മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല. K സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കല്ലേ സുഹൃത്തുക്കളെ? അപ്പം ഈ കോൺഗ്രസ് തകരുന്നു. കോൺഗ്രസിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നു, വിമതന്മാരായി മത്സരിക്കുന്നു, തമ്മിലടി, തമ്മിൽ തല്ലെന്നൊക്കെ പറഞ്ഞ ഈ മാധ്യമങ്ങൾ പറഞ്ഞ് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ ക്ഷമ പറയണ്ടേ സുഹൃത്തുക്കളെ ജനങ്ങളുടെ അടുത്ത്? ഇനി ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഒരാൾ പോലും പുറത്തു പോയിട്ടില്ല. കോൺഗ്രസ്സിന് 10,250 ജനറൽ സെക്രട്ടറിമാരുണ്ട്. അതിൽ 2, 3, 4 പേരൊക്കെ രാജിവെച്ച് പോയിട്ടുണ്ട്. അതിലെന്താ അർത്ഥമുള്ള? 250 ജനറൽ സെക്രട്ടറിമാരുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് വിമതനായോ? ഏതെങ്കിലും ഒരു നേതാവ് ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചോ? ഒരാൾ പോലും രാജിവെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ വൃത്തികെട്ട ഈ ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞ മുഴുവൻ ആദ്യാവസാനം പച്ചക്കള്ളമല്ലായിരുന്നു. ഇനി CPM എന്താ സംഭവിക്കുന്നത്? CPM അത്യഭൂതപൂർവമായിട്ടുള്ള തകർച്ചയല്ലേ? CPM പട്ടാന്ന് പൊട്ടുകയല്ലേ? പട്ടലം പൊട്ടുകയല്ലേ? പപ്പടം പൊടിയുന്ന പോലെ CPM പൊടിയുകയല്ലേ? പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു.
കണ്ണൂർ ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു TK ഗോവിന്ദൻ. പാലക്കാട് ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു PK ശശി. CPM-ന്റെ തിരുവിതാംകൂറിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിരുന്നു G സുധാകരൻ. കൊട്ടാരക്കരയിൽ ഒന്നിലധികം തവണ MLA ആയിരുന്നു ഐഷ പോറ്റി. ഇടുക്കി ജില്ലയിൽ നിന്ന് MLA ആയിരുന്നു S രാജേന്ദ്രൻ. ഇതിൽ PK ശശിയും G സുധാകരനും ഐഷ പോറ്റി S രാമേന്ദ്രനും MLA-മാരല്ലായിരുന്നു സുഹൃത്തുക്കൾ. G സുധാകരൻ 2 തവണ മന്ത്രിയായ ആളല്ലേ. ഇനി PV അൻവർ എത്രയോ കാലം CPM-ൻ്റെ കൂടെ ഒന്നാണ്, അയാൾ പോയില്ലേ. VS അച്യുതാനന്ദൻ്റെ PA കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുകയല്ലേ. ഇത്രയും പേര് CPM-ൽ തന്നെ പോയില്ലേ. ഇനി CPI നിന്ന് മുകുന്ദൻ എന്ന് പറഞ്ഞ നാട്ടികയിലെ മുൻ MLA അയാൾ പോയില്ലേ. K അജിത്ത് എന്ന് പറഞ്ഞ മുൻ വൈക്കം MLA പോയില്ലേ. അപ്പോൾ CPM-അല്ലേ പൊടിഞ്ഞ് പടാന്ന് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, CPM-അല്ലേ തകർന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരല്ലേ CPM വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൽ നിന്ന് സ്വതന്ത്രനായി വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയല്ലേ. തളിപ്പറമ്പിൽ നിന്ന് സ്വതന്ത്രനായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം TK ഗോവിന്ദൻ മത്സരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. അപ്പം തകർന്ന് തരിപ്പണമായത് CPM-അല്ലേ. ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടോ കോൺഗ്രസ്സിന്? അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ പത്രങ്ങളെല്ലാം ഈ മാധ്യമങ്ങൾ തുണിയുരിഞ്ഞ് നഗ്നരായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് ഡബിൾ നഗ്നരായി നിൽക്കുകയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയ മാധ്യമങ്ങൾ ഇനിയെങ്കിലും സമസ്താപരാധം പറയാൻ തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.